പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നോയമ്പ് കാലത്തും അതുപോലെ ഹൃദയങ്ങളെ ഒരുക്കുന്ന സമയങ്ങളിലും നല്ല കുമ്പസാരം നടത്തുക കത്തോലിക്കയുടെ ഒരു പതിവാണ്. എന്റെ ഓർമ്മയിൽ വരുന്നത് അത് ഞാൻ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ചിരിച്ചു കാണും. അതായത് കുമ്പസാരം കാർഡടിച്ചുള്ള വെടിവെപ്പല്ല എന്ന്. എന്റെ ഓർമ്മയിൽ വരുന്നത് ഞങ്ങളുടെ സഭയിൽപ്പെട്ട ഒരച്ഛനുണ്ട്, ചാക്കോ ഒട്ടലാങ്കൽ എന്ന് പറയും. അദ്ദേഹം ഇടവകയിലായിരിക്കുമ്പോൾ ഇടവക്കാരൊക്കെ കുമ്പസാരിക്കാൻ വരുമ്പോൾ പറയുന്ന ഇതാണ്: അച്ഛാ, ഞാൻ എല്ലാ പാപങ്ങളും ചെയ്തു. അപ്പൊ അച്ഛൻ പറയും, എന്തൊക്കെയാണ്? എല്ലാം. അച്ഛൻ അപ്പോൾ പറയും, ഞാൻ പാപങ്ങളെല്ലാം മോചിക്കുന്നു, നിങ്ങൾ പോയി എല്ലാ പ്രാർത്ഥനകളും പ്രായശ്ചിത്തമായിട്ട് ചൊല്ലൂ. അപ്പൊ അവർ ചോദിക്കും, അതെന്താ അച്ഛാ, ഒത്തിരി പ്രാർത്ഥനയുണ്ട്, 33 കൂട്ടം നമസ്കാരം പുസ്തകത്തിലുണ്ട്, പിന്നെ വേറെയുണ്ട്, അപ്പൊ അതെല്ലാം ചൊല്ലാനോ? അത് നിങ്ങൾ പറഞ്ഞത് എല്ലാ പാപവും ചെയ്യുന്നല്ലേ, എനിക്കറിയത്തില്ല ഏതാന്ന്. അതുകൊണ്ട് എനിക്ക് ഉപദേശം തരാൻ പറ്റുന്നില്ല, കഥാനും പറ്റുന്നില്ല. അതെ, കുമ്പസാരത്തിൽ നമ്മൾ പറയുന്നതാണ്, എണ്ണവും തരവും പറഞ്ഞ് അത് പാപങ്ങൾ ഏറ്റുപറയണം. അങ്ങനെ നല്ല കുമ്പസാരം നടത്തണം. വെറുതെ ഒരു പുറം പൂച്ച് ആകരുത്. അതായത് മറ്റുള്ളവരെ കാണിക്കാനോ കുമ്പസാരിച്ചു എന്ന് പറയാനോ ഏതോ പുറമേയുള്ള ഒരു സന്തോഷം കിട്ടാനോ. ഞാൻ ഒന്ന് വായിച്ചോട്ടെ, സങ്കീർത്തനം 32, 6 ഭാഗ്യവാൻ. സത്യത്തിൽ കുമ്പസാരത്തിലൂടെ ഒരാൾ ഭാഗ്യവാനായി തീരണം. ഭാഗ്യപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പുണ്യവാന്മാരാകുന്നതിന് മുമ്പുള്ള സ്റ്റെപ്പാണ്. ബെയാറ്റിഫിക്കേഷൻ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് കാനനൈസേഷൻ. അതായത് ആദ്യമായിട്ട് ഭാഗ്യപ്പെട്ടവരെന്ന് വിളിച്ചാണ് വിശുദ്ധെന്ന് വിളിക്കുന്നത്. അപ്പം വിശുദ്ധനാകേണ്ട തൊട്ടു പിന്നിലുള്ള ഒരു മനോഭാവമാണ് ഒരു കുമ്പസാരത്തിൽ കിട്ടേണ്ടത്. ഞാൻ വായിക്കട്ടെ, സങ്കീർത്തനം 32:1 മുതൽ. അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവർ ഭാഗ്യവാന്മാർ. കർത്താവ് കുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും ഭാഗ്യവാന്മാർ. ഞാൻ പാപങ്ങൾ ഏറ്റുപറയാതിരുന്നപ്പോൾ ദിവസം മുഴുവൻ കരഞ്ഞ് എന്റെ ശരീരം ക്ഷയിച്ചുപോയി. രാവും പകലും അങ്ങയുടെ കരം എന്റെ മേൽ പതിച്ചിരുന്നു. വേനൽക്കാലത്തെ ചൂടുകൊണ്ടെന്ന പോലെ എന്റെ ശക്തി വരണ്ടുപോയി. എന്റെ പാപം അവിടുത്തോട് ഞാൻ ഏറ്റുപറഞ്ഞു. കുമ്പസാരിച്ചു എന്ന് പറഞ്ഞ വാക്കാണ്. പെന്തക്കോസ്തുകാരൊക്കെ പറയും, എന്തിനാ ഏറ്റുപറയുന്നത് എന്ന്. എന്ന കർത്താവ് വ്യക്തമായിട്ട് പറയുന്നു, പാപങ്ങൾ അനുദപിക്കുകയാണെങ്കിൽ ഏറ്റുപറയണം. ഇനിയും അതിനുശേഷം പറഞ്ഞിരിക്കുന്നത്, രാവും പകലും എന്റെ കരം എന്റെ മേൽ പതിച്ചിരുന്നു. ഞാൻ എന്റെ പാപങ്ങൾ അവിടുത്തോട് ഏറ്റുപറഞ്ഞു. എന്റെ അകൃത്യം മറച്ചു വെച്ചില്ല. എന്റെ അരുക്കത്യങ്ങൾ കർത്താവിനോട് ഞാൻ ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എന്റെ പാപം അവിടുന്ന് ക്ഷമിച്ചു. ഹല്ലേലൂയ. ഈ തീരുമാനം എടുക്കുമ്പോൾ തന്നെ ക്ഷമ കിട്ടിയതാ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നിന്റെ പാപങ്ങളെല്ലാം കണ്ടുപിടിച്ച് ഏറ്റുപറയാൻ തീരുമാനിക്കുമ്പോൾ കർത്താവിന്റെ ക്ഷമ, ആ കാരുണ്യം നമ്മുടെ മേൽ വന്ന് പതിക്കും. അതുകൊണ്ട് കള്ളക്കുമ്പസാരങ്ങൾ ഒഴിവാക്കുക. കള്ളക്കുമ്പസാരം നടത്തുന്നതിനേക്കാൾ നല്ലത് ഞാൻ പറയും കുമ്പസാരിക്കാതിരിക്കുകയാണ് എന്ന്. യാക്കോബ് ശ്ലീഹ അധ്യായം 2 പറയുന്നുണ്ട്, വചനം 10 മുതൽ. ആരെങ്കിലും നിയമം മുഴുവൻ അനുസരിക്കുകയും ഒന്നിൽ മാത്രം വീഴ്ച വരുത്തുകയും ചെയ്താൽ അവൻ എല്ലാറ്റിനും വീഴ്ച വരുത്തിയിരിക്കുന്നു. എന്തെന്നാൽ വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചവൻ തന്നെ കൊല്ലരുതെന്നും കൽപ്പിച്ചിട്ടില്ലേ? നീ വ്യഭിചാരം ചെയ്യുന്നില്ലെങ്കിലും കൊല്ലുന്നെങ്കിൽ നീ നിയമം ലംഘിക്കുന്നു. സ്വാതന്ത്ര്യത്തിന്റെ നിയമം അനുസരിച്ച് വിധിക്കപ്പെടാനുള്ളവനെപ്പോലെ നിങ്ങൾ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുവിൻ. കാരുണ്യം കാണിക്കാത്തവന്റെ മേൽ കാരുണ്യരഹിതമായ വിധിയുണ്ടാകും. എങ്കിലും കാരുണ്യം വിധിയുടെ മേൽ വിജയം വരിക്കും. പ്രിയപ്പെട്ടവരെ, അത് ധ്യാനിക്കണം ഇതൊക്കെ. അതായത് പലരും ചില പാപങ്ങൾ മറച്ചു വെച്ചിട്ട് ബാക്കിയെല്ലാം സംസാരിക്കണം. ഒരു പെണ്ണുമായിട്ട് പ്രേമമായിരിക്കാം, അല്ല ഒരു ഔദ്യോഗിക ബന്ധമായിരിക്കും, ഭാര്യ അറിയാതെ ഭർത്താവ് അറിയാതെ. ബാക്കിയെല്ലാം സംസാരിക്കും. നുണ പറഞ്ഞിട്ടുണ്ട്, കള്ളം പറഞ്ഞിട്ടുണ്ട്, പള്ളിയിൽ പോയപ്പം അശ്രദ്ധ ഉണ്ടായിട്ടുണ്ട്, ഉപവസിക്കാതിരുന്നിട്ടുണ്ട്, അമിതമായ ആഹാരം ഭക്ഷിച്ചിട്ടുണ്ട്, കട്ടെടുത്തിട്ടുണ്ട്, കള്ളം പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകും. പക്ഷെ ആ ഒരെണ്ണം മാത്രം പറയില്ല. നീ വിചാരിക്കരുത് ആ ഒരെണ്ണം അനുദപിക്കാതെ ഏറ്റുപറയാതെ നിന്റെ ഒരു പാപത്തിനും മോചനം കിട്ടില്ല. കർത്താവിന് ഭാഗികമായിട്ട് മോചനം കൊടുക്കാൻ പറ്റില്ല, മുഴുവനായിട്ടേ കൊടുക്കാൻ പറ്റും. കർത്താവ് തരുന്നത് വെറൊരു മോചനമല്ല, ഒരു പുതിയ ഹൃദയമാണ്. അപ്പോൾ പഴയത് മുഴുവൻ
ഇല്ലാതാക്കിയാലേ പറ്റുള്ളൂ പുതിയത് വെച്ചേട്ടാൻ. ഒരാശുപത്രി ചെല്ലുമ്പോൾ നമുക്കറിയാം, ആ ഹൃദയം മാറ്റി ശസ്ത്രക്രിയ ആണെങ്കിൽ ആ പഴയ ഹൃദയം മുഴുവൻ മുറിച്ചു മാറ്റണം, എന്നിട്ട് ആ പുതിയ ഹൃദയം വച്ചു പിടിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ഒരു കുമ്പസാരം വാസ്തവത്തിൽ ഒരു ഹൃദയ ശസ്ത്രക്രിയ ആണ്. അതുകൊണ്ട് ഒന്നുകൊണ്ടും നാണിക്കുകയോ ഭയപ്പെടുകയോ ചെയ്യാതെ നല്ല പാപങ്ങൾ ഏറ്റു പറയുന്ന കുമ്പസാരങ്ങൾ ആയിരിക്കട്ടെ നിങ്ങളുടെയെന്ന് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഞാൻ നിങ്ങളോട് ഉപദേശിക്കുന്നു സ്നേഹപൂർവ്വം. ഒന്ന് അല്ലെങ്കിൽ വേറൊരു പാപം മറച്ചുവെച്ച് ഒരുപക്ഷെ കള്ളക്കച്ചവടം നടത്തുന്നതായിരിക്കാം, അല്ലെങ്കിൽ അവിവിധമായ ബന്ധം ഞാൻ പറഞ്ഞ പോലെ ആരും അറിയാതെ ഒരു രഹസ്യത്തിന്റെ ഒരു ഗുഹയുണ്ട്. ആ ഗുഹ തുറക്കണം. ഇപ്പൊ നമുക്ക് ഹാമാസിന്റെ ഗുഹയൊക്കെ തുറക്കുന്ന പോലെ അവിടെയെല്ലാം ഒളിച്ചിരുന്നെല്ലാം പുറത്തു കൊണ്ടുപോകാണല്ലോ ഇസ്രായേൽക്കാര് എന്ന് പറഞ്ഞ പോലെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഒത്തിരി ഗുഹകൾ കാണും. ആ ഗുഹയ്ക്കകത്ത് ഒളിപ്പിച്ചിരിക്കുക. ചില വ്യക്തികളെ ആയിരിക്കാം, സ്വത്തായിരിക്കാം, ഇങ്ങനെ പലതും കാണും. ഞാനിപ്പോൾ പറയുന്നില്ല, പരിശുദ്ധാത്മാവ് കാണിച്ചു തരട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ അത് നിങ്ങളുടെ പാപങ്ങളെപ്പറ്റി ബോധ്യം തരുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മൾ വായിക്കുന്നുണ്ട് യോഹന്നാൻ 16:8. ഇത് ആ പാപബോധ്യം കിട്ടിയെങ്കിലേ നല്ല കുമ്പസാരം വരുള്ളൂ. പാപബോധമില്ലാതെ പശ്ചാത്താപം ഉണ്ടാകില്ല. അതുകൊണ്ട് നമ്മൾ പാട്ട് പാടാറുണ്ടല്ലോ, പാപബോധവും പശ്ചാത്താപവും കർത്താവേ നീ എനിക്കേകണേ. അപ്പോൾ പാപബോധം ഉണ്ടെങ്കിലേ പശ്ചാത്താപം ഉണ്ടാകും. അത് മുഴുവനായിരിക്കട്ടെ എന്ന് അതെ നമ്മൾ മറച്ചു വെക്കരുത്. നമ്മൾ പ്രഭാഷകൻ പുസ്തകം 23 വളരെ വ്യക്തമായിട്ട് പറയുന്ന കർത്താവ് പറയുന്ന ഒരു വചനമുണ്ട്. അതുകൂടി വായിച്ചുകൊണ്ട് ഞാൻ ഈ ചെറിയ വീഡിയോ അത് നിർത്തിയേക്കാം. ഞാൻ ദീർഘമായൊരു പ്രസംഗം പറയുവാനല്ല, പിന്നെയോ നല്ല കുമ്പസാരം നടത്തണം എന്ന് പറയാനായിട്ട് മാത്രമാണ് അത് ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് തരുന്നത്. പ്രഭാഷകൻ പുസ്തകം 23 അധ്യായം വചനം 18. ആരാണ് എന്നെ കാണുക? ഇരുട്ട് എനിക്ക് മറയാണ്, ഭിത്തികൾ എന്നെ ഒളിപ്പിക്കുന്നു, ആരും എന്നെ കാണുന്നില്ല. ഞാൻ എന്തിനു പേടിക്കണം? അത്യുന്നതൻ എന്റെ പാപങ്ങൾ പരിഗണിക്കയില്ല. മനുഷ്യനെ മാത്രമേ ഞാൻ ഭയപ്പെടുന്നുള്ളൂ. കർത്താവിന്റെ കണ്ണുകൾ സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശമുള്ളതാണെന്ന് അവൻ അറിയുന്നില്ല. അവിടുന്ന് മനുഷ്യന്റെ എല്ലാ മാർഗങ്ങളും നിരീക്ഷിക്കുകയും നിഗൂഢ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ മറക്കരുത്. ആരെയും കളിപ്പിക്കാം, ഭർത്താവിനെ കളിപ്പിക്കാം, ഭാര്യയെ കളിപ്പിക്കാം, മക്കളെ കളിപ്പിക്കാം, നാട്ടുകാരെ കളിപ്പിക്കാം, പള്ളിക്കാരെ, അതിങ്ങേറ്റം കുമ്പസാരക്കൂട്ടിൽ അച്ഛനെയും കളിപ്പിക്കാം, കള്ളക്കുമ്പസാരം നടത്താം. പക്ഷേ നിന്നെ നോക്കുന്ന, നിന്റെ മനസ്സാക്ഷിയിലേക്ക് നോക്കുന്ന ആ 10,000 മടങ്ങ് പ്രഭയുള്ള കണ്ണ് കർത്താവിന്റെ കണ്ണാണ്. ആ കണ്ണിൽ നിനക്ക് ഓടി മറയാൻ പറ്റത്തില്ല. നീ എവിടെ പോയാലും, നീ കക്കൂശി പോയിരുന്നാലും, നീ ആഹാരമുറിയിൽ പോയിരുന്നാലും, ചന്തയ്ക്ക് പോയാലും, ജോലി സ്ഥലത്ത് പോയാലും, നീ വീട്ടിലായിരിക്കുമ്പോഴും നാട്ടിലായിരിക്കുമ്പോഴും വണ്ടിയെ പോകുമ്പോഴും എല്ലായ്പ്പോഴും നിന്നെ കാണുന്ന ഒരുവൻ, നിന്റെ കൂടെയുള്ള ദൈവം നീ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് ഒന്നും അവനെ കളിപ്പിക്കാമെന്ന് വിചാരിക്കരുത്. കുമ്പസാരം തമ്പുരാനിൽ നിന്ന് നമുക്ക് മോചനം കിട്ടാനുള്ള ഒരു കൂടാശയാണ്. വൈദികൻ ഒരു ദൈവത്തിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട്, യേശുവിന്റെ സ്ഥാനത്ത് നിന്ന് തിരുസഭ കൊടുത്ത അധികാരം ഉപയോഗിച്ച് മോചനം തരുന്നതേ ഉള്ളൂ. അവർക്കാർക്കും മോചിക്കാൻ പറ്റത്തില്ല. തമ്പുരാന്റെ മോചനം 2025 കൊല്ലം മുമ്പ് ആ കുരിശിൽ വെച്ച് തന്ന ആ മോചനം, അത് കൊടുക്കാനുള്ള അധികാരം സഭയെ കൊടുത്തു ഈശോ. കെട്ടുന്നതെല്ലാം കെട്ടും. നമുക്കറിയാം, അവരുടെ മേൽ ഊതിക്കൊണ്ടാണ് അധികാരം കൊടുത്തത്. നമ്മൾ വായിക്കുന്നുണ്ട് യോഹന്നാൻ എഴുതിയ സുവിശേഷം 20:21. അനന്തരം അവരുടെ മേൽ ഊരിക്കൊണ്ട് ആത്മാവിനെ സ്വീകരിക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞെന്താണ്? നിങ്ങൾ കെട്ടുന്നതെല്ലാം കെട്ടപ്പെടും, അഴിക്കുന്നതെല്ലാം അഴിക്കപ്പെടും. ഈ പാപമോചന അധികാരം കൊടുത്തിട്ടുണ്ട്, യേശുവാണ് കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് വൈദികനോടാണ് നിങ്ങൾ സംസാരിക്കുന്നത് എങ്കിലും ക്ഷമിക്കുന്ന കർത്താവാണ്. നീ ഏറ്റുപറയുന്നു അവനോടാണ്, അവനോട് മറച്ചു വെക്കാൻ പറ്റത്തില്ല. ആ അച്ഛനൊരു പക്ഷെങ്കിൽ മനുഷ്യനായതുകൊണ്ട് നിന്റെ മറിഞ്ഞിരിക്കുന്ന പാപം കണ്ടെന്ന് വരില്ല. ഇക്കാലങ്ങളിൽ കാണുന്നവരുകൊണ്ട് പരിശുദ്ധാത്മാവിലൂടെ. ഹല്ലേലൂയ. എന്നാൽ നീ യഥാർത്ഥ പശ്ചാത്താപമുള്ളവനെങ്കിൽ അച്ഛൻ ഇങ്ങോട്ട് കുഴിഞ്ഞു ചോദിക്കണ്ട. ഈ കൈസ്മാരി കാലത്ത് ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. എന്നറിയോ? ചിലർ കുംസാരിക്കാൻ വന്ന് ചോദിച്ചു, അച്ഛൻ വേറെ പല പാവമുണ്ട്, അച്ഛൻ നോക്കിയൊന്ന് പറയാമോ എന്ന്. ഞാൻ കണിയാനാണോ? പ്രിയമുള്ളവരെ, അങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്.
പാവങ്ങൾ മൂടി വെച്ചിട്ട് ചോദിക്കുകയാണ്. അച്ഛൻ വല്ലതും കാണുന്നുണ്ടോ? അച്ഛനല്ല സംസാരിക്കുന്നത്, അച്ഛൻ സംസാരിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. മറക്കണം. അച്ഛൻ പാപത്തിന് മോചനം തരികയാണ് ഈശോയുടെ സ്ഥാനത്തിരുന്നുകൊണ്ട്. ഈശോ പറഞ്ഞ അതേ വാക്ക്, നിന്റെ പാപങ്ങൾ ഞാൻ ക്ഷമിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ പറയുന്ന പോലെ ഇതെന്റെ ശരീരമാകുന്നു. ഒരു വൈദികനെ വേറൊരു ക്രിസ്തുവാക്കി മാറ്റുന്ന 2 വാക്കുകളാണിത്. നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. പാപിയായ ഒരു അച്ഛൻ അത് പറയുന്നത്. എങ്ങനെ പാപം മോചിക്കാൻ കഴിയും? ഇത് പലരും ചോദിക്കുന്ന ഒരു ചോദ്യം. അത് പാപിയായ ഒരു വൈദികന് കണിശമായിട്ടും പാപം ക്ഷമിക്കാൻ പറ്റത്തില്ല. എന്നാൽ ആ പാപിയുടെ കൂടെ ഇരിക്കുന്ന ആ പരിശുദ്ധനായ ത്രിത്യേക ദൈവത്തോടുകൂടി ആയിരിക്കുന്ന പരിശുദ്ധൻ എന്ന് അതിവിശുദ്ധിയിലായിരിക്കുന്ന യേശുക്രിസ്തു നിന്റെ പാപം ക്ഷമിക്കുന്നത്. ആ യേശുവിന്റെ വാക്കാണ് ഇവൻ പറയുന്നത്, അവന്റെ വാക്കല്ല. ഓർക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം കത്തോലിക്ക സഭയിൽ വലിയൊരു നിയമമുണ്ട്. അത് കുമ്പസാര രഹസ്യം. ആ കുമ്പസാര രഹസ്യത്തിന് കീഴിലാണ് ഒരു വൈദികൻ കുമ്പസാരിപ്പിക്കുന്ന. ഓർക്കണം, ഒരു വൈദികന്റെ ഏറ്റവും വലിയ പാപങ്ങളിൽ ഒന്നിതാണ്. അതായത് കുമ്പസാര രഹസ്യം വെളിപ്പെടുത്തുക. വലിയ മഹാപാപമാണ്. അത് മനസ്സിലാക്കണം. ഞങ്ങൾ തിയോളജിയൊക്കെ പഠിക്കും, ഞങ്ങളെ പഠിപ്പിക്കുന്നതുമാണത്. അതുകൊണ്ട് പ്രിയപ്പെട്ട അതിന്റെ അറിവ് പോലും, കുമ്പസാരയിൽ കിട്ടുന്ന അറിവ് ഒന്നിനും ഉപയോഗിക്കത്തില്ല. നമുക്കറിയാം, പല അധികാരികളും രാജാക്കന്മാരും അതിനു വേണ്ടിയിട്ട് വൈദികരെ നിർബന്ധിച്ചു. അതിനുവേണ്ടി കൊലപ്പെട്ട വൈദികർ, ജോൺ നെപ്പോഷ്യാനെ നമുക്കറിയാം. പോളണ്ടിൽ ഞാൻ ചെക്കോസ്ലോവാക്യയിലാണ് വിശുദ്ധൻ ജീവിച്ചിരുന്നത്. അദ്ദേഹത്തെ ആറ്റിലേക്ക് വലിച്ചെറിഞ്ഞ ആ ആറിന്റെ തീരത്ത് പോയിട്ടുണ്ട് കാണാനായിട്ട്. അവിടെ രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് നാക്ക് അഴുകാതിരുന്നത്. ഇതൊക്കെ നിങ്ങൾ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഒന്നുകൊണ്ടും ഭയപ്പെടാതെ, ഒരു നാണവും കൂടാതെ, പണ്ട് ആരാണ്ട് പറഞ്ഞ പോലെ ഒരിക്കൽ കുമ്പസാരക്കൂട്ടിൽ കുറെ പിശാചുക്കൾ ഇരിക്കുന്നത് അന്തോനീശ്വരൻ വാളം കണ്ടു. അവർ ചോദിച്ചു, നീ എന്താണ് ഇവിടെ ഇരിക്കുന്നേ? കുർബാന കൈക്കൊള്ളപ്പാടോ പ്രാർത്ഥനയൊക്കെ ചെല്ലുമ്പോൾ പോയി പല വിചാരം വിടുന്ന പോരെ, കുമ്പസാരിക്കുന്ന സ്ഥലത്ത് നിനക്കെന്നാ കാര്യം? അപ്പൊ എന്താ പറഞ്ഞെന്നറിയാമോ? പിശാച് ജീവിച്ചോണ്ട് പുണ്യാഴ്ച ഇവരൊക്കെ പാപം ചെയ്തപ്പോൾ ഞാൻ ഇവരിൽ നിന്നൊരു കാര്യം മാറ്റിവെച്ചു. എനിക്കൊരു ഉത്തരപ്പേടുണ്ട്, തിരിച്ചു കൊടുക്കാനായിട്ടാണ് ഞാൻ കുമ്പസാരക്കൂട്ടിയിരിക്കുന്നത്. അതിനാടാ ഇവർ പാപം ചെയ്തപ്പോൾ നാണമെന്ന് പറഞ്ഞത് അവരിൽ നിന്ന് ഞാനിങ്ങ് എടുത്തു. കുമ്പസാരിക്കാൻ വരുമ്പോൾ ആ നാണം ഞാൻ തിരിച്ചു കൊടുക്കുക, ഉത്തരപ്പേടും വീട്ടുക. അല്ലേ ലൂയ്യ. പിശാചാണ് ഈ കള്ളം പറയിപ്പിക്കുന്നത് നാണം കൊണ്ട്, ഭയം കൊണ്ട്. നാണവും ഭയവും കൊണ്ട് അവനാ. പരിശുദ്ധാത്മാവല്ല. പരിശുദ്ധാത്മാവ് നമുക്കറിയാം സത്യത്തിന്റെ രൂപിയാണ്. സത്യത്തിന്റെ ആത്മാവാണ് കടന്നു വരുന്നത് പാപം ക്ഷമിക്കുവാൻ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സത്യസന്ധതയുള്ള നല്ല കുമ്പസാരങ്ങൾ നടത്തി ഹൃദയമൊരുക്കുക. ഞാൻ എൻ്റെ ക്രിസ്മസിന് മുമ്പുള്ള മെസ്സേജ് ആഗമനകാലത്തെ പറ്റി പറഞ്ഞതുപോലെ നിങ്ങളുടെ ഹൃദയം മാതാവിന്റെ ഉദരമാക്കുക, നന്മ നിറഞ്ഞ ആക്കുക. നന്മ നിറഞ്ഞവനെ, നന്മ നിറഞ്ഞവളെ സ്വസ്തി എന്ന് നിങ്ങളുടെ കുമ്പസാരത്തിന് ശേഷം കർത്താവ് നിങ്ങളോട് പറയുവാനും, അതിനുശേഷം നിങ്ങൾ കുർബാന സ്വീകരിക്കുമ്പോൾ വിശുദ്ധ കുർബാന സ്വീകരിക്കാനും ഇടയാകട്ടെ. അവിശുദ്ധ കുർബാനയല്ല. അവിശുദ്ധ കുർബാനയിലൂടെ രോഗങ്ങൾ, വേദനകൾ, ബലഹീനതകൾ വരുന്നതിനെപ്പറ്റി പൗലോസ്ലീഹ വളരെ വ്യക്തമായിട്ട് പറയും. നമ്മൾ 1 കൊരിന്ത്യർ 11 അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. നിങ്ങളിൽ പലരും രോഗികളും ദുർബലരും മരിച്ചു പോകാനും കാരണം എന്തുകൊണ്ട്? നിങ്ങൾ അശുദ്ധയോടെ, അയോഗ്യതയോടെ വിശുദ്ധ ശരീരവും രക്തവും ഭക്ഷിച്ചു പാനം ചെയ്യുന്നത് കൊണ്ടാണെന്ന്. ആണ് പ്രിയമുള്ളവരെ, നമുക്ക് വിശുദ്ധ ജീവിതത്തിലേക്ക് കാലുകുത്താം. ഈ കാലഘട്ടം വല്ലാത്ത കാലഘട്ടം, അന്ധകാരത്തിന്റെ കാലഘട്ടം, തിന്മയുടെ കാലഘട്ടം, പിശാചിന്റെ കാലഘട്ടം. നമുക്ക് യേശുവിന്റെ രാജ്യത്താകാം. അതിനുവേണ്ടി കർത്താവ് വലിയ കാരണം കാണിക്കുന്നതാണ് ഇത്. നമ്മൾ വായിക്കുന്നതിന്റെ പ്രഭാഷകൻ പുസ്തകം തന്നെ വചനം അധ്യായം 5 വചനം 5 അത് ഞാൻ വായിച്ചുകൊണ്ട് ഈ ചെറിയ വീഡിയോ അവസാനിപ്പിച്ച് നിങ്ങൾക്ക് ഞാൻ നല്ല കുമ്പസാരത്തിനായിട്ട് ഒരു ആശീർവാദം തരാം. 5:4 പ്രഭാഷകൻ 5:4 പാപം ചെയ്തിട്ട് എനിക്ക് എന്ത് സംഭവിച്ചു എന്ന് പറയരുത്. കർത്താവിന്റെ കോപം സാവധാനമേ വരൂ. ക്ഷമിക്കുമല്ലോ എന്നോർത്ത് വീണ്ടും വീണ്ടും പാപം ചെയ്യരുത്. അവിടുത്തെ കാരുണ്യം നിശീമമാണ്. അവിടുന്ന് എന്റെ എണ്ണമറ്റ പാപങ്ങൾ ക്ഷമിക്കുമെന്നും പറയരുത്. കാരുണ്യത്തോടൊപ്പം ക്രോധവും കർത്താവിലുണ്ട്. അവിടുത്തെ കോപം പാപികളുടെ മേൽ പതിക്കും.
കർത്താവിലേക്ക് തിരിയാൻ വൈകരുത്. നാളെ നാളെ എന്ന് നീട്ടിവെക്കുകയും അരുത്. അവിടുത്തെ ക്രോധം അവിചാരിതമായി ഉണരുകയും ആ ശിക്ഷയിൽ നിന്ന് നീ നശിക്കുകയും ചെയ്യും. ഇതോർക്കുക. എപ്പോഴാണ് മരണം വരുന്നത് നമുക്കറിയത്തില്ല. കള്ളനെ പോലെ അവന്റെ വരവ്. അതുകൊണ്ടാണ് ഓരോ സമയവും ഹൃദയവിശുദ്ധിയോടെ നമ്മൾ ജീവിക്കേണ്ടത്. കർത്താവിലേക്ക് തിരിയാൻ നാളെ നാളെ എന്ന് പറയുന്ന നാളെ നിനക്കില്ല. ഇന്നായിരിക്കാം നീ മരിക്കുന്നത്. അതുകൊണ്ട് പറയുന്നു, ഇന്ന് തന്നെ, ഇപ്പോൾ തന്നെ അനുദപിക്കുക. അവിടുന്ന് കാരുണ്യം കാട്ടും എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകരുത് പാപത്തിൽ ഇരുന്നുകൊണ്ട്. ഇത് പലരുടെയും മനോഭാവങ്ങളാണ്. എനിക്ക് പിന്നെ സംസാരിക്കാമല്ലോ, ഇനി സമയമുണ്ടല്ലോ, ഞാൻ ചെറുപ്പമല്ല, ഈ ചെറുപ്പകാലത്ത് പെണ്ണും പിടിച്ച് കള്ളും കുടിച്ച് ഈ ലോകം എല്ലാം ഒന്ന് സുഖിക്കട്ടെ. എന്റെ അപ്പന്റെ പ്രായമാകുമ്പോൾ, വെള്ളിപ്പച്ചന്റെ പ്രായമാകുമ്പോൾ ഞാൻ മാറിക്കോളാം. പണ്ട് കൊർണേലിയസ് പിതാവ് ഒരു തമാശ പറയായിരുന്നു. ഒത്തിരി നന്മ രസികനായിരുന്നു. അതായത് ഒരു ഇടവകയിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. പള്ളി പോവുകയില്ല, സംസാരിക്കുകയില്ല, പ്രാർത്ഥിക്കുകയില്ല. പിതാവ് ഒരിക്കൽ ചെല്ലുമ്പോൾ ഈ മനുഷ്യൻ പ്രായമായി, വർഷങ്ങൾക്ക് ശേഷം പിതാവ് ചെല്ലുന്നത്. പള്ളി വന്ന് ഭക്തിയോടെ കുർബാന കൈക്കൊള്ളുന്നു. ഒത്തിരി നേരം കുർബാന കഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പിതാവ് ചോദിച്ചു, ഇപ്പോൾ ഈ പഴയ ജീവിതമൊന്നും ഇല്ലേ? അതായത് പരസ്ത്രീകളുടെ പോക്കും കള്ളുകുടിയും അതുപോലെ തന്നെ എല്ലാവിധ കള്ളത്തരം കാണിക്കലും എല്ലാം ഉണ്ടായിരുന്നു. പിതാവിനെ അറിയാമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ചോദിച്ചത്, ഇപ്പൊ നിന്നെ കണ്ടിട്ട് ശാന്തനായി ഒരു പുണ്യവാന്റെ മുഖം പോലാണല്ലോ. അപ്പൊ പറഞ്ഞു, പിതാവേ എനിക്ക് മേലാഞ്ഞിട്ടാ. ഹല്ലേലൂയ. അതായത് ഈ പഴയ പാവമൊക്കെ ചെയ്യാൻ മേലാഞ്ഞിട്ടാ പ്രായമായെന്ന്. അതിന് കാത്തിരിക്കരുത്. ഇന്നേറെ ചെറുപ്പക്കാരാ പെട്ടെന്ന് കാറ്റു പോകുന്ന അറിയാമല്ലോ. പെട്ടെന്നൊരു വേദന, കുഴഞ്ഞു വീഴുക, ഹാർട്ട് അറ്റാക്ക് എന്ന് പറയും. എന്തായാലും ഞാൻ പേടിപ്പിക്കുകയല്ല. നമ്മളെപ്പോഴും സദാസമയം ജാഗരൂകർ ആയിരിക്കണം. അവരെ ക്ഷമിക്കുമല്ലോ എന്ന് നീട്ടി പറഞ്ഞിരിക്കരുത്. കാരണമാണ് മരിച്ചാലും കരുണ കിട്ടുമെന്ന് പറഞ്ഞിരിക്കരുത്. കരുണയുള്ളതുപോലെ കോപമുണ്ട് പാപികളുടെ മേൽ. പാപം അവിടെ നിന്ന് വെറുക്കുന്നു, എന്നാൽ പാപിയെ സ്നേഹിക്കുന്നു. അത് മനസ്സിലാക്കുക. അപ്പോൾ നീ കർത്താവ് വെറുക്കുന്ന പാപം ചെയ്തിട്ട് അനുഗ്രഹം പ്രാപിക്കില്ല. അവന്റെ കർത്താവ് പാപത്തെ വെറുക്കുന്ന പോലെ നീയും പാപത്തെ വെറുക്കണം, വെറുത്ത് ഉപേക്ഷിക്കണം, പാപസാഹചര്യവും ഉപേക്ഷിക്കണം. അപ്പോൾ ആ കുമ്പസാരം അർത്ഥപൂർണമാകൂ. നിങ്ങൾക്ക് അതിനുള്ള അനുഗ്രഹം കർത്താവ് തരട്ടെ. കണ്ണുകൾ ശാന്തമായി അടയ്ക്കൂ. കർത്താവ് ആരെല്ലാമാണ് ഈ വീഡിയോ കേൾക്കുന്നത് എനിക്കറിഞ്ഞുകൂടാ. ഇത് ഒരാഗമനകാലം, നോയമ്പ് കാലമായതുകൊണ്ടാണ് ഞാനിത് പറയാനിടയായത്. കർത്താവേ, ഇവിടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരൂ. പാപബോധവും പശ്ചാത്താപവും കൊടുക്കൂ. ഈ കാലഘട്ടങ്ങളിൽ ഹൃദയങ്ങൾ നല്ലപോലെ കഴുകി വിശുദ്ധീകരിച്ച് മാതാവിന്റെ നന്മ നിറഞ്ഞ ഹൃദയമുള്ളവരായി തീരുവാൻ, അവിടെ ഈശോ പിറക്കാൻ, അങ്ങനൊരു ക്രിസ്മസ് ആഘോഷിക്കുവാൻ, അത് നീണ്ടു നിൽക്കുന്ന ഒരു ക്രിസ്മസ്, ഒരു ദിവസത്തെ അല്ല, ജീവിതം മുഴുവനും അതിന്റെ പര്യാപ്തി ആയിരിക്കട്ടെ. അങ്ങ് കാഹളനാദം ഊരി ഒന്നിച്ചു കൂട്ടുമ്പോൾ രാജ്യം സ്ഥാപിച്ച് പിതാവിന് കൊടുക്കുന്നത്. എന്നെ കേൾക്കുന്നവർ ഓരോരുത്തരും എപ്പോഴും അങ്ങയുടെ രാജ്യത്തിൽ ആയിരിക്കട്ടെ. കർത്താവേ, ഇവരെല്ലാവരെയും അങ്ങേ കാരുണ്യത്തിനായിട്ടും സ്നേഹത്തിനായിട്ടും അങ്ങേ തിരുമാനത്തിലേക്ക് ഞാൻ അർപ്പിച്ച് ആശീർവദിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഗോഡ് ബ്ലസ് യു. ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ.